LDF ഒരു ചരിത്ര വിജയം നേടും. മൂന്നാമതും കേരളത്തിൽ അധികാരത്തിലെത്തും. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതു മുതൽ പോളിംഗ് ദിവസം വരെ LDFന് അനുകൂലമാണ് ജനങ്ങളെന്ന് വ്യക്തമാക്കുന്നതാണ് പലരെയും സമീപിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. UDFനോട് നേരത്തെ രാഷ്ട്രീയാഭിമുഖ്യം ഉണ്ടായിരുന്നവർ പോലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുകയാണ്. ഒരു സൽഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തിന് മാത്രമേ കഴിയൂ എന്ന ചിന്തയുണ്ട്. വികസനവും ക്ഷേമവും ഒപ്പം വർഗീയ ലഹളിയില്ലാത്ത കാലവും അത് LDFൻ്റെ കാലമായിരിക്കും. ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് വോട്ടെടുപ്പ് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നത്. ആ ഉത്സവത്തിൽ ജനങ്ങളാകെ പങ്കെടുക്കുകയാണ്. ആ ഉത്സവത്തിൽ ജനങ്ങൾ പങ്കെടുക്കുന്നത് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലൊന്ന്, കേരളത്തിൽ 1,46,000 വരുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ അവരിൽ 1,10,000 ആളുകൾക്ക് മാത്രമാണ് പോസ്റ്റൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കി കൊടുത്തത്. നിലവിലുള്ള സമ്പ്രദായം മാറ്റി ഒരു തുഗ്ലക്ക് പരിഷ്കാരം ഏർപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് അതീവ ഗൗരവമായ വിധത്തിൽ 35,000 വരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക്, നോൺ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ വന്നത്. ഇന്ന് വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിയോടുകൂടി പൂർത്തിയാവും. ഇലക്ഷൻ കമ്മീഷൻ്റെ മാർഗരേഖ അനുസരിച്ച് ഇന്നത്തോടുകൂടി പോളിംഗ് അവസാനിക്കും. നേരത്തെ പോസ്റ്റൽ വഴി ബാലറ്റ് അയച്ചതിനെ തുടർന്ന് കൗണ്ടിങ്ങിന് മുമ്പ് ബാലറ്റ് വോട്ട് ചെയ്തതിന് ശേഷം എത്തിച്ചാൽ മതി. പുതിയത് ഒരു തുഗ്ലക്കിയൻ പരിഷ്കാരമായി പോയി. പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്ക് ബാലറ്റ് കൃത്യസമയത്ത് എത്തിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് 25% ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ വരുന്നത്. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൻ്റെ സംഘാടകരായ ജീവനക്കാരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരുമാണ് ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ അവർ വോട്ട് നിഷേധിക്കപ്പെട്ട് വളരെയേറെ പ്രയാസപ്പെടുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്ത് തുടക്കം മുതൽ തന്നെയുള്ള ഒരു തെറ്റായ കാര്യമാണ്. ആദ്യം അവർ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ പേര് വെട്ടി നീക്കി. പിന്നീട് വോട്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള നിലവിലുള്ള വ്യവസ്ഥാപിതമായ രീതിയിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്തി. ഇന്നിപ്പോൾ കാണുന്നത്, നാം പല പോളിംഗ് സ്റ്റേഷനിലും സഹായികളുടെ സഹായത്തോടുകൂടി വോട്ട് ചെയ്യാൻ മാത്രം കഴിയുന്ന അന്ധരോ ഭിന്നശേഷിക്കാരോ ആയ ആളുകൾക്ക് ഇന്ന് നിലവിലുള്ള 1961 കോണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾ അനുസരിച്ച് അതിലെ 49N വ്യവസ്ഥയനുസരിച്ച് ഒരു സഹായിക്ക് വോട്ട് ചെയ്യാം. അതിനെ നമ്മൾ നാട്ടുകാർ ഓപ്പൺ വോട്ടെന്നാണ് പറയാറ്. അത് പല ബൂത്തിലും പ്രിസൈഡിങ് ഉദ്യോഗസ്ഥന്മാർ, പോളിംഗ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് 1% മാത്രമേ അനുവദിക്കൂ എന്നാണ്. നിയമത്തിൽ ഒരിടത്തും അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അതും അർഹതപ്പെട്ട വോട്ട് നിഷേധിക്കാനാണ് ഇടയാക്കുക. കലക്ടറുമായും ചീഫ് ഇലക്ടറൽ ഓഫീസറുമായും ബന്ധപ്പെട്ടപ്പോൾ നിലവിലുള്ള ചട്ടത്തിലെ വ്യവസ്ഥകൾ അനുസരിച്ച് തന്നെയാണ് ചെയ്യേണ്ടത് എന്നവർ പറയുന്നുണ്ട്. പക്ഷെ ഫലത്തിൽ പല ബൂത്തുകളിലും പലർക്കും വോട്ട് നിഷേധിക്കുന്നതാണ് അനുഭവം. ഇതൊക്കെയാണെങ്കിലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം പ്രകടമാണ് വോട്ടർമാരുടെ ഇടയിൽ. അത് സ്ഥായിയും സ്ഥിരതയുമുള്ള ഒരു ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വരണം എന്ന ചിന്തയാണ്. ഒരു ഭാഗത്ത്
പണം ഒഴുക്കുന്നുണ്ട് കോൺഗ്രസും ബി ജെ പിയും. തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്നും മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസ്സിന് വേണ്ടിയുള്ള ഗ്യാരണ്ടി അവർ പറയുമ്പോൾ ജനങ്ങൾ ആ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഭരണത്തിൻ്റെ ഗ്യാരണ്ടി ഇല്ലായ്മയാണ് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അവർ വരുമ്പോൾ കോടികളാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ കോൺഗ്രസും ബി ജെ പി ആണെങ്കിൽ വോട്ട് കോഴ പാലക്കാട് അവരത് തെളിയിച്ചു കഴിഞ്ഞു. ബി ജെ പിക്ക് കോടികൾ നേരത്തെ തന്നെ വന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ പണാധിപത്യത്തിലൂടെ ജനാധിപത്യത്തെ വിലക്ക് വാങ്ങാൻ വേണ്ടി കോൺഗ്രസും ബി ജെ പിയും പരിശ്രമിച്ചിട്ടും അതിനെയെല്ലാം അതിജീവിച്ചിട്ടാണ് ഇടതുപക്ഷം ഒരു ചരിത്ര വിജയം നേടുന്നത്. ഈ ബൂത്തുകളിൽ നിന്ന് ഇതുവരെ കിട്ടുന്ന വിവരം അനുസരിച്ച് പോളിംഗിൻ്റെ നില അത് വെച്ച് ഉള്ള ഒരു പ്രതീക്ഷ എന്താണ്? 40% പോളിംഗ് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അത് ഓരോ പ്രദേശത്തും വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ LDFൻ്റെ വോട്ട് രാവിലെ തന്നെ പോൾ ചെയ്യാൻ വന്നിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള അനുഭവം വ്യക്തമാക്കുന്നത് LDFൻ്റെ കേന്ദ്രങ്ങളിൽ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്ന വോട്ടർമാരെല്ലാം രാവിലെ തന്നെ 12 മണിക്ക് മുമ്പ് തന്നെ പോൾ ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ പോളിംഗ് ശതമാനം സാധാരണഗതിയിൽ ഉണ്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു നിലപാട് പറയാൻ കഴിയില്ലെങ്കിലും LDFൻ്റെ വോട്ട് രാവിലെ തന്നെ പോൾ ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. രണ്ടിടത്തും ഇടതുപക്ഷം വിജയിക്കും. കള്ളവോട്ടെന്ന ആരോപണം UDF പരാജയപ്പെടുന്ന എല്ലാ കാലത്തും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി തന്നെ ഒരു ബൂത്തിൽ പോയിട്ട് കള്ളവോട്ട് ചെയ്യുന്നുവെന്ന് ആക്ഷേപം ഉന്നയിച്ചു. എന്നാൽ അവിടെ ഉദ്യോഗസ്ഥന്മാർക്കോ അവിടെ ബൂത്തിലിരുന്ന UDF ഏജൻറ്റുമാർക്കോ ഒരു പരാതിയുമില്ല. അപ്പോൾ സീനുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കള്ളവോട്ടെന്നുള്ള പരാതിയുമായി കൊടക്കാട് ബൂത്തിൽ UDFൽ ചേക്കേറിയ BJPയുടെ പഴയ നേതാവ് അവിടെ നടത്തിയ പ്രകടനം. ഈ ഇലക്ഷന് ശേഷം ആക്രമിക്കപ്പെടുമെന്നുള്ളൊരു ആശങ്ക TK ഗോവിന്ദനും ഒപ്പം V കുഞ്ഞികൃഷ്ണനൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഒരാളെ ആക്രമിക്കാൻ ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. അക്രമത്തിലൂടെ തകരുന്നതാണെങ്കിൽ ഏറ്റവും ആദ്യം തകരേണ്ടത് CPM ആണല്ലോ. അത്തരത്തിലൊരു പാർട്ടിയല്ല CPIM ഇടതുപക്ഷം. അവർ നിർഭയമായി CPIMനെ എല്ലാ ദിവസവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് CPM നേതാക്കളെ വിശേഷിപ്പിച്ച് പ്രചരണം അവർ നടത്തിയല്ലോ. ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതവരിങ്ങനെ വിലാപകാവ്യം പോലെ രണ്ടുപേരും CPMനെതിരായി പ്രചരണം നടത്തുമെന്നല്ലാതെ CPIM അവരുടെ നേരെ ഒരക്രമവും കാട്ടില്ല. ഈ വയനാട് ഫണ്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രകോപിതരാകുകയാണ്. ഇന്ന് രാവിലെ സണ്ണി ജോസഫും വയനാട് ഫണ്ട് ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രകോപിതനായിക്കൊണ്ടാണ് സംസാരിച്ചത്. എന്താണ് അവരുടെ ആ ഒരു നിലപാട്? ഫണ്ട് മുക്കിയതുകൊണ്ടാണ് അവർ പ്രകോപിതരാവുന്നത്. യഥാർത്ഥത്തിൽ 2 ബാങ്ക് അക്കൗണ്ടിൽ വയനാട് ഫണ്ട് KPCC നിക്ഷേപിച്ചിരുന്നല്ലോ. ആ 2 ബാങ്ക് അക്കൗണ്ടുകളിലായി എത്ര പണം വന്നു, ആരൊക്കെ പണം നൽകി, ആ 2 ബാങ്കുകളിലെയും അക്കൗണ്ട് ഒന്ന് പരസ്യപ്പെടുത്തിക്കൂടെ? ഇത്രയും വലിയ ആരോപണം ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് പരസ്യപ്പെടുത്താത്തത്? അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്ന ശീലം VD സതീശനായാലും സണ്ണി ജോസഫായാലും നിർത്തുകയല്ലേ വേണ്ടത്. ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വന്നല്ലോ. 16 ലക്ഷം രൂപ AK ഹാരിസ് എന്നയാളെ പേരിലേക്ക് ഈ വയനാട് ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ആരാണ് ഹാരിസ്? എന്തിനാണ് കൊടുത്തത്? പാലക്കാട് ഒരു 52 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. ഇത് ആരാണ്? എന്തിനു വേണ്ടി കൊടുത്തു? ദർശന എന്ന പേരിൽ 1 കോടിയോളം രൂപ ഈ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അതെന്തിനാണ്? എന്താണ് KPCC പ്രസിഡന്റ് പറഞ്ഞത്? ഞങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയത് 5.38 കോടി രൂപ മാത്രമാണ്.
സ്ഥലം വിലക്ക് വാങ്ങാൻ വേണ്ടി 6.12 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് സ്ഥലം വാങ്ങുന്നതിന് പണം നൽകിയത്. ബാങ്ക് അക്കൗണ്ട് മുഖേന നൽകിയ പണം 3.21 കോടി മാത്രമാണ്. അപ്പോൾ 3.21 കോടിക്ക് പുറമെ 6.12 കോടി രൂപ സ്ഥലത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 3 കോടി ആർക്ക് നൽകി? അപ്പോൾ ഇതിന് ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് കള്ളക്കണക്കാണ് അവതരിപ്പിച്ചത്. മാത്രമല്ല പണം വെട്ടിച്ചിട്ടുണ്ട്. ഇത് പുറത്തു വന്നു. ഇനിയെങ്കിലും ആ ബാങ്ക് അക്കൗണ്ടുകളിലെ കണക്ക് പരസ്യപ്പെടുത്താൻ ഇന്ന് പോളിംഗ് അവസാനിക്കുന്ന സമയമായ 6 മണിക്ക് മുമ്പെങ്കിലും KPCC പ്രസിഡന്റ് സന്നദ്ധമാവുമോ? ഇതാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. കെ സുധാകരനെ സണ്ണി ജോസഫ് ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ചില ആളുകൾ രംഗത്ത് വരുന്നു. അവർ പറയുന്നു പേരാവൂർ സണ്ണി ജോസഫിനെ കോൺഗ്രസ്സുകാർ തന്നെ തോൽപ്പിക്കും എന്ന് പറയുന്നു. മാത്രമല്ല കണ്ണൂരിൽ TO മോഹനെതിരെ കൂടി അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. സുധാകരനെതിരെ KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിന് കത്തയച്ചു എന്നുള്ളത് കത്ത് സഹിതം പുറത്തു വന്ന വിവരമാണ്. ആ വിവരം പുറത്തു വന്നപ്പോൾ KPCC പ്രസിഡന്റ് അത് വ്യാജമാണെന്ന് പറഞ്ഞെങ്കിലും സുധാകരൻ പറഞ്ഞു KPCC പ്രസിഡന്റ് കത്തയച്ചതുകൊണ്ടാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടത് എന്നാണ്. അത് വസ്തുതയാവാനേ സാധ്യതയുള്ളൂ. കാരണം KPCC പ്രസിഡന്റ് അയച്ച കത്തിലെ ഒപ്പും KPCC പ്രസിഡന്റ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ നോമിനേഷനോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ ഒപ്പും ഏതാണ്ട് പരിശോധിച്ചാൽ സത്യം ആളുകൾക്ക് ബോധ്യമാവും. അതുകൊണ്ടുകൂടി ആവണം കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്യമായി സുധാകരനെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടിയും സുധാകരനെ മൂലക്കിരുത്താൻ വേണ്ടിയും KPCC പ്രസിഡന്റ് പരിശ്രമിച്ചു എന്നും അതിനെതിരെ കോൺഗ്രസ്സുകാർ പേരാവൂരിലും മറ്റിതര സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പിലൂടെ പ്രതികരിക്കുമെന്നും വ്യക്തമാക്കിയത്. ഈ പേരാവൂരിൽ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് KR അബ്ദുൽ ഖാദർ രംഗത്ത് വരുന്നതിന് പിന്നിൽ CPM ആണെന്നൊരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. CPIM അവരോടൊന്നും പറയേണ്ട കാര്യമേ ഇല്ല. കാരണം CPIMുമായി ബന്ധപ്പെടുന്നവരല്ല കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സുകാർ തന്നെ സണ്ണിക്കെതിരായി രംഗത്തിറങ്ങി. CPIM പറഞ്ഞിട്ടാണോ പേരാവൂരിലെ പഴയ DCC സെക്രട്ടറി കൂടിയായ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായ തോമസ് വർഗീസിനെ പുറത്താക്കിയത്? CPIM പറഞ്ഞിട്ടാണോ പേരാവൂർ മണ്ഡലത്തിലെ 1 ഡസനോളം വരുന്ന കോൺഗ്രസ്സുകാരെ പുറത്താക്കിയത്? CPIM പറഞ്ഞിട്ടാണോ അറിയപ്പെടുന്ന മഹിളാ കോൺഗ്രസ് നേതാവ് അടക്കമുള്ള പേരാവൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം നൽകാതെ തഴഞ്ഞത്? അപ്പോൾ CPIM പറഞ്ഞിട്ടാണ് ഇവരെല്ലാം രംഗത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ പേരാവൂർ മണ്ഡലത്തിലെ സണ്ണിക്കെതിരായി രംഗത്ത് വന്നിട്ടുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകന്മാരവിടെയുണ്ടല്ലോ. അവരൊന്നും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഫീൽഡിലുണ്ടായിട്ടില്ലല്ലോ. അത് CPIM പറഞ്ഞിട്ടാണോ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറിയപ്പെടുന്നൊരു മഹിളാ നേതാവിന് സ്ഥാനാർത്ഥിത്വം നൽകാതെ മൂലക്കിരുത്തിയത് CPIM പറഞ്ഞിട്ടല്ലല്ലോ. അതുകൊണ്ട് CPIM പറഞ്ഞിട്ടാണെന്നുള്ളത് തികച്ചും കള്ളമാണ്. കോൺഗ്രസിൻ്റെ അകത്ത് ശക്തമായ ഭിന്നതയുണ്ട് സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിൽ.